ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂരാണ്. അക്കരെ കൊട്ടിയൂർക്ക് പോവാണ്. അങ്ങനെ ഇതാണ്, ഈ പുഴയുടെ പേരാണ് ബാവലി. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്ന പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട്. 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ചാക്കിൻ്റെ ബണ്ടിൻ്റെ മുന്നിൽ കൂടെയാണ് നടക്കുന്നത്, മുകളിൽ കൂടെയാണ് നടക്കുന്നത്. ഇതാണ് ബാവലിപ്പുഴ. ഇവിടെ കുളിച്ചതിന് ശേഷം ഈറനൊടുത്താണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എല്ലാവരും. അങ്ങനെ വൻപൻ ക്യൂ ആണ്. ഇത് രാത്രി 2 മണി മുതൽ നിൽക്കുന്ന ക്യൂ ആണ്. 1 മണിക്കൂറെങ്കിലും ഈ ക്യൂവിൽ നിൽക്കണം. ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ക്യൂവിൽ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി. ഈ ഓല കൊണ്ട് കെട്ടിയ സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ തന്ത്രിമാരൊക്കെ കൂടുന്നത് ഇവിടുത്തെ ഇതുമായിട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട. ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും അവകാശികളായി ഈ ക്ഷേത്രത്തിൻ്റെ. അവർ കൂടുന്ന സ്ഥലങ്ങളാണ്. അത് ഓരോരോ അവകാശികളെ പേരും ഈ ഷെഡിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. നല്ല മഴയാണുള്ളത്. മഴ ഇല്ലെങ്കിൽ കൊട്ടിയൂർ ഉത്സവത്തിന് ഉഷാറില്ല. നനഞ്ഞു പോകണം എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും മുൻപോട്ട് പോയി. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു 3 പ്രദക്ഷിണം വെക്കണം. ഈ വെള്ളത്തിൻ്റെ അകത്തുകൂടെ പോയിട്ട് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വെക്കണം. ക്യൂവിൽ നിന്ന് ശിവൻ സ്വയംഭൂവായതാണ് ഇവിടെ. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 3 പ്രാവശ്യം ഈ വെള്ളത്തിൽ കൂടെ വലയം ചെയ്തിട്ടേ നമ്മൾ പുറത്തു പോകാവൂ. മണ്ണാരൊക്കെ ചാർത്തി. നല്ല മഴയാണുള്ളത്. നല്ല തിരക്കുണ്ട്. കേരള, കർണാടക, ആന്ധ്ര എന്നീ സ്ഥലങ്ങളിലൊക്കെ ആൾ വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ശീവേലിൻ്റെ ടൈമാണ്. ശീവേലിൻ്റെ ടൈമാകുമ്പം ഇപ്പോൾ ദർശനം ബ്ലോക്ക് ചെയ്യും. ചില ദിവസം മണിക്കൂറുകളോ 2-3 മണിക്കൂർ നിൽക്കണം. ചില ദിവസം ദർശനത്തിന്, ചില ദിവസം 1 മണിക്കൂർ കൊണ്ട് കഴിയും. ഇവിടെ അന്നദാനമുണ്ട്. ഇതാണ് ക്യൂ കൗണ്ടർ. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് നിൽക്കുക. ഇപ്പോൾ ശീവേലിൻ്റെ ടൈമാണ്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വടക്കുകാവ്, വടക്കേശ്വരം, തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗുമുനിയുടെ വെളുത്ത താടിയാണെന്ന് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വർ, ഓംകാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവങ്ങളും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. അങ്ങനെ ശിവേലി തുടങ്ങി. 2 ആനപ്പുറത്താണ് വരുന്നത്. 2 ആനകളുടെ എല്ലാം ഭഗവാൻ വരുന്നത്. 2 ആനപ്പുറത്തുണ്ട് ശിവനും പാർവതിയും. കണ്ടോ, നല്ലോണം വെള്ളമുണ്ട് പുഴയിൽ. ബാവലിപ്പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. ഇത് 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കും. ഇപ്പം ദർശനമില്ല. ശിവേലി ടൈമിൽ ദർശനമില്ല. എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ച് നിൽക്കുക. ഇത് 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത്. 27 ദിവസം കൊണ്ട്
അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിൽ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. അത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് അത് ശിവൻ സ്വയംഭൂവായത് കാണുന്നത്. ഇതൊക്കെ ഉത്സവം കഴിഞ്ഞ് അന്ന് തന്നെ എല്ലാം പൊളിക്കും. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഉത്സവത്തിന് മുൻപേ കെട്ടുകയും ചെയ്യും, ഉത്സവം കഴിഞ്ഞ് അന്ന് തന്നെ ഇത് പൊളിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ വേറെ ഒന്നുണ്ട്. ഇവിടുത്തെ ഭക്തന്മാർക്ക് മണിത്തറയിലും ഭക്തന്മാർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിൻ്റെ ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വരിക. ഇവിടെ ഇതാണ് ക്യൂ. ഒരു ക്യൂ ഇതിലെ ഈ ഭാഗത്തൂടെ ഉണ്ട്. ഇതിപ്പം ഒരു മണിക്കൂർ 2 മണിക്കൂറായി ആൾക്കാർ നിൽക്കുന്നു. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബാവലിപ്പുഴ. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇപ്പോൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാലത്തുമ്പ് കൂടെയാണ് വരുന്നത്. 2 വഴികളുണ്ട്. 3 വഴികളുണ്ട്. ഇതാണ് ഓടപ്പൂവ്. ഇതാണ് ഇവിടുത്തെ മെയിൻ, ഈ ഓടപ്പൂവ്. അതെല്ലാം ഞങ്ങൾ വാങ്ങി. കണ്ടോ എന്ത് രസമാണ് കാണുമ്പോൾ തന്നെ. 50 രൂപേൻ്റെ ഉണ്ട്, 100 രൂപേൻ്റെ ഉണ്ട്, അങ്ങനെ പല പല വിലകൾ അതിലുണ്ട്. ഇവിടെ തന്നെയാട്ടോ ബസ് സ്റ്റാൻഡ്, ബസ് പാർക്കിംഗ് ഗ്രൗണ്ട്, ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ അടുത്ത് തന്നെ എല്ലാം. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ വയനാട്, റൈറ്റ് കണ്ണൂർ പോകുക. ഇക്കരക്കൊട്ടിയൂരൊക്കെ പോയി വഴിപാടൊക്കെ നടത്തി ഞങ്ങൾ വീണ്ടും തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.